കര കവിഞ്ഞൊഴുകുന്ന പ്രാർത്ഥനയിൽ ജപമണിമാലകളുണരുന്നു. ഒരുമയിലേവരും കൈകോർക്കാം, കൃപയുടെ പരിമളമുയരുന്നു. പ്രിയതമനായി ഗുരുവരനായി ഈശോ അണയുന്നു. Shalom Fellowship Night. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുത്ത ദിവസമാണ്. ഇന്ന് അനേക കുടുംബങ്ങൾ, വ്യക്തികൾ, അനേക യുവതീവാക്കൾ കടന്നു പോകുന്ന വലിയൊരു വേദന ഈശോ കാണുകയും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ശാലോമിന് പ്രചോദനം നൽകുകയും ചെയ്തിരിക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർച്ച് 19 വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ശക്തമായ സ്വർഗീയ മധ്യസ്ഥം തേടി ഇങ്ങനെ ഭാരത്തിലൂടെ ഈ വിവാഹ തടസ്സത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ചെയ്യുന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ചേർത്ത് വയ്ക്കുന്നു. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. ശാലോമിൻ്റെ പ്രയർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ നിയോഗം, പ്രത്യേകിച്ച് അനേക നാളുകളായി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നു, എന്നാൽ പലവിധ കാരണങ്ങളാൽ നീണ്ടുപോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേക അവസ്ഥയെ ദൈവകരങ്ങളിൽ വിശുദ്ധ യോസേപ്പ് പിതാവിനോട് ചേർന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ അനേക നാളുകൾ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി, എന്നാൽ വിവാഹം നീണ്ടുപോയി, അങ്ങനെ ഒരു വേദനയിലൂടെ കടന്നുപോയ ഒടുവിൽ ഈശോ അത്ഭുതകരമായി വിവാഹ ജീവിതാന്തസ്സത്തിലേക്ക് പ്രവേശിപ്പിച്ച ഒരു യുവാവിൻ്റെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ശാലോം TV-യിൽ മ്യൂസിക് ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന ജോബിൻ പി ജോർജ് എന്ന വ്യക്തിയാണ് തൻ്റെ ജീവിതത്തിലെ ദൈവം ഇടപെട്ട വലിയ ഒരു സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ശ്രമിക്കാം. എൻ്റെ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെപ്പറ്റി പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ ദൈവം നടത്തി തന്ന എൻ്റെ വിവാഹത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഹൃദയം നിറഞ്ഞൊരു നന്ദിയും കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു കാരണം, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സങ്കടങ്ങളും എൻ്റെ പരാജയങ്ങളും എൻ്റെ തോൽവികളും എൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം ഞാൻ മുട്ടുകുത്തി എൻ്റെ കർത്താവിനോട് സംസാരിച്ചൊരു സ്ഥലമാണിത്, ഈ അൾത്താര. ഇവിടെ നിന്നുകൊണ്ട് ഈ സാക്ഷ്യം പറയുമ്പം എൻ്റെ ഒരുപാട് കണ്ണുനീർ തുള്ളികൾ ഇവിടെ വീണിട്ടുണ്ട് ഈ അൾത്താരയിൽ. അവിടെ കർത്താവിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തി തല കുനിച്ച് നിന്ന്, കർത്താവേ, എനിക്ക് ഉത്തരം തരാൻ ആരും ഇല്ലല്ലോ, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ? ആ സമയത്തൊക്കെ എൻ്റെ കുറേ കുറവുകളും എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. തലകുനിച്ച് ഞാൻ കർത്താവിന് മുമ്പിൽ നിന്നിട്ടുണ്ട്. അന്ന് എൻ്റെ കണ്ണുനീർ തുള്ളികൾ വീണ സ്ഥലത്ത് ഇന്ന് എൻ്റെ കർത്താവ് ഞാൻ ചോദിച്ചതിനേക്കാൾക്ക് ഉപരിയായിട്ട് എന്നെ അനുഗ്രഹിച്ച് അവിടുത്തെ സാക്ഷിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഞാൻ ഈ സാക്ഷ്യം പറയുമ്പം എനിക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അത്ര സന്തോഷമൊന്നുമില്ല അല്ലേ? ഒരുപാട് സങ്കടങ്ങളുണ്ട് മനസ്സിൽ. കുത്തുവാക്കുകൾ കേട്ടതിൻ്റെ വേദനയുണ്ട്. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ? എനിക്കിത് മനസ്സിലാവും. കാരണം നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കാര്യം ആദ്യമേ പറയാം.
നമ്മുടെ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തൻ നമ്മുടെ അപ്പൻ. ആ അപ്പൻ എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ വിഷയം, ഈ ഒരു സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറഞ്ഞപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞ 2 കാര്യമാണ്. 2 കാര്യം നീ ആദ്യമേ പറയണം. ഒന്ന് ഇതാണ്, ഞാൻ ആ വചനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഈശോ പറഞ്ഞത് ജെറമ്യ 1:5 നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ പറ്റിയാണ് ഈ പറയുന്നത്. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഈശോ പറഞ്ഞതാ. അടുത്ത വചനം ഇതാണ്, യെശയ്യാ 49:16. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ, ബന്ധനങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ കർത്താവ് പറയുന്ന വചനം ഇതാണ്, നിന്റെ മതിലുകൾ എൻ്റെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ 24ാമത്തെ വയസ്സിലാണ് ഞാൻ ജോലി പ്രവേശിക്കുന്നത് ഷാലോൺ TV-യിൽ. എൻ്റെ പ്രാർത്ഥന ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ പപ്പായും മമ്മിയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഒരു സാധാരണ ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകാൻ നിർബന്ധിച്ചാൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ മാത്രമായിരുന്നു ഞാൻ. അപ്പോൾ ഒരു ജോലിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഷാലോമി വന്നത്. ഇവിടെ വെച്ചാണ് എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടതും അനുഭവിച്ചതും തൊട്ടറിഞ്ഞതൊക്കെ ഈ ഷാലോമി വന്നിട്ടാണ്. അപ്പം ഞാൻ ഇത് സംസാരിക്കുമ്പം എൻ്റെ ഒരു കുടുംബത്തിലെ അംഗത്തോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ഷാലോം ഫാമിലി മെമ്പേഴ്സാണ്. അങ്ങനെ ജോലി കിട്ടിയ സമയത്ത് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ആദ്യം വിവാഹം കഴിയാൻ സാധ്യതയുള്ള ഒരാൾ ജോബിനാണ്. കാരണം ജോലിയുണ്ട്, അത് ഷാലോൺ TV-യിലാണ്. അപ്പം നല്ല സ്വഭാവമുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വിവാഹം നടക്കാൻ, കാരണം പെൺപിള്ളേരുടെ കർണവന്മാരൊക്കെ പെട്ടെന്ന് നടത്തി കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഒരു മോനാണ്, ഇപ്പോൾ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് ആ സമയത്തൊക്കെ വിവാഹത്തെപ്പറ്റി ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിരുന്നില്ല. എൻ്റെ മ്യൂസിക് പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ 26-27 വയസ്സിലൊക്കെ വിവാഹം കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്നു, ആലോചനകളൊക്കെ വന്നു. ആ സമയത്ത് ഈശോ തന്നൊരു മെസ്സേജാണ്, എൻ്റെ വിവാഹം കർത്താവ് നടത്തി തരുന്നൊരു മെസ്സേജ് എനിക്ക് കിട്ടിയിരുന്നു. പപ്പായും മമ്മിയും വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് കല്യാണം ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാനതിനെ വലിയൊരു സീരിയസ് ആയിട്ട് തന്നെ കണ്ടിട്ടില്ല. ആലോചനകൾ പലതും വന്നു, ഞാൻ പോയി കണ്ടു, പലതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറേയൊക്കെ എന്നെയും ഇഷ്ടപ്പെടാതിരുന്നൊരു കാലഘട്ടം. അങ്ങനെ 30 വയസ്സ് വരെ കാലം പെട്ടെന്ന് കടന്നുപോയി. വിവാഹത്തെപ്പറ്റി അത്ര സീരിയസ് ആയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിനുശേഷം എൻ്റെ ഒരു 31ാമത്തെ വയസ്സിൽ ഒരു ദിവസം ഞാൻ പള്ളിയിലിരിക്കുമ്പം ഒരു കുർബാനയുടെ ഇടയിൽ ഒരു സർക്കുലർ വായിക്കുകയാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരുപാട് യുവതീ യുവാക്കൾ വിവാഹ തടസ്സം നേരിടുന്നുണ്ട്. 30 കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ കൈവക്കാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കർത്താവ് ഇതൊന്ന് ഇടിഞ്ഞ് താഴോട്ട് പോകാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, എന്നെ അറിയുന്നവരും എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഇരിക്കുമ്പം ഇങ്ങനെ വിവാഹം തടസ്സം നേരിടുന്ന ഒരാളുടെ ഗണത്തിൽ ഞാനും പെട്ടു. കാരണം ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പണ്ട് 26 വയസ്സൊക്കെ ഉള്ളപ്പം വിവാഹ തടസ്സം നേരിടുന്നവരെ പറ്റി കേൾക്കുമ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, പെണ്ണ് കെട്ടേണ്ട സമയത്ത് കള്ളു കുടിച്ചും കഞ്ചാവ് അടിച്ചും വഴിതെറ്റി നടന്നിട്ടൊക്കെ പെണ്ണ് കിട്ടിയില്ല, ഇവർക്കൊക്കെ നന്നായിക്കോട്ടെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗണത്തിലുള്ളവർക്കാണ് പെണ്ണ് കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ഒരു കാറ്റഗറിയിൽ ഞാനും പെട്ടു. അതായത് വിവാഹ തടസ്സം നേരിടുന്ന ഒരാളെന്ന നിലയിൽ ഞാനും പെട്ടു എന്നറിഞ്ഞപ്പം അന്ന് അനുഭവിച്ചൊരു വേദന. പിന്നീട് എൻ്റെ ഇടവകപ്പള്ളി പോകാൻ ഞാൻ ഭയപ്പെട്ടു. ഒരു 6 വർഷത്തോളം എൻ്റെ പള്ളി പെരുന്നാളുകൾക്ക് ഞാൻ പോയിട്ടില്ല. കാരണം ഇതാണ്, എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളൊക്കെ ആയിട്ട് പള്ളി വരുമ്പം പെരുന്നാളുകൾക്കൊക്കെ വരുമ്പം എൻ്റെ മനസ്സിൽ എവിടേക്കോ ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു നാണക്കേട് തോന്നിയിട്ടുണ്ട്. കാരണം ശാലോം ശുശ്രൂഷയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന എനിക്ക് വിവാഹ തടസ്സം നേരിടുന്നു. ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് ആ സമയത്ത്. പ്രത്യേകിച്ച് ഏതെങ്കിലും കല്യാണ ഫംഗ്ഷനൊക്കെ പോകുമ്പം ചോദിക്കും, എന്തായി കല്യാണക്കാരും, എന്തായി ഒന്നും ആയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നവരൊക്കെ എന്നെ മുൻപ് ഉപദേശിച്ചിട്ടുണ്ട്, മോനെ നീ ഈ സമയത്ത് നീ 26-27 വയസ്സുള്ള പറഞ്ഞു നീ ആലോചിക്കണം, കല്യാണം ആലോചിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത്രയേ ഉള്ളൂ, എനിക്ക് ഒരുപാട് ഡിമാൻഡ്സ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരാളൊന്നും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചതൊന്നും എനിക്ക് മനസ്സിന് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, കർത്താവ് നൂലെ കെട്ടിന്ന് ഇറക്കി തരത്തില്ല,
താൻ പാതി ദൈവം പാതി. നിൻ്റെ പ്രാർത്ഥനയൊക്കെ അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ മോനെ ചെയ്യേണ്ട കാര്യം നീ ചെയ്യണം. അപ്പം ഇതൊക്കെ പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് സങ്കടപ്പെട്ടു പോയി. എൻ്റെ അതുവരെയുള്ള വിശ്വാസവും എൻ്റെ എല്ലാം പെട്ടെന്ന് അങ്ങ് ഇല്ലാതായി പോകുന്നവരായിപ്പോയി. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. മെല്ലെ അവിടെ നിന്നൊക്കെ ഞാൻ ലെഫ്റ്റ് അടിച്ച് മാറി. കാരണം വേറൊന്നുമില്ല, അനുഭവിക്കുന്ന ഒരുപാട് നാണക്കേടാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊക്കെ എന്നോട് പറഞ്ഞ ആൾക്കാരൊക്കെ അവരുടെ കർത്താവിനെ പറ്റി സാക്ഷ്യം പറഞ്ഞ് ഞാൻ 32-33 വയസ്സിൽ പെണ്ണ് കിട്ടാതെ ഇങ്ങനെ വിഷമിക്കുവാണ്. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ ചില ആലോചനകളൊക്കെ ശ്രമിച്ചു തുടങ്ങി. ഞാൻ ബ്രോക്കർമാരോടൊക്കെ പറയാൻ നോക്കി. ബ്രോക്കർമാരോട് പറഞ്ഞപ്പം അവർക്കൊക്കെ വലിയ പുച്ഛമാണ്. കാരണം ഞാൻ സ്ത്രീധനത്തോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കറിയാം വലിയ കിട്ടപ്പോരൊന്നുമില്ല എൻ്റെ ഇന്ന്, പിന്നെ എൻ്റെ ഏജ്, പിന്നെ വലിയ സാലറിയോ അങ്ങനെയൊന്നുമില്ല എനിക്ക്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, മോനെ ഇപ്പോൾ കല്യാണമൊക്കെ നടക്കണമെങ്കിൽ ഒന്നിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വിദേശത്ത് ജോലിയൊക്കെ വേണം, അല്ലാണ്ട് ഇങ്ങനെ ശുശ്രൂഷ ഇങ്ങനെ പാട്ടുകാരനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അവരെന്നെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ വേദനിച്ചെങ്കിലും ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ കർത്താവ് തന്നൊരു വാഗ്ദാനമുണ്ട്, ദൈവം നടത്തി തരും, വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആദ്യം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ വെറുതെ തോന്നലുകളാണോ എന്നൊക്കെ ചിന്തിച്ച സമയമാണത്. മാട്രിമോണി ഞാൻ രജിസ്റ്റർ ചെയ്തു. മാട്രിമോണി രജിസ്റ്റർ ചെയ്തപ്പം ഒരുപാട് ആലോചനകളൊക്കെ ഞാൻ അതിനകത്ത് നടത്തി നോക്കി. പക്ഷേ അതിനകത്തുള്ള ഓരോരുത്തർ ഡിമാൻഡ്സ് കണ്ടപ്പം ആർക്കും റിക്വസ്റ്റ് അയക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഗതികെട്ട് ഞാൻ കുറച്ച് റിക്വസ്റ്റൊക്കെ അയച്ചു. അപ്പോൾ കുറേ ഡിക്ലൈനും എനിക്ക് അടിച്ച് കിട്ടി. അപ്പം ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും, ഈ മാട്രിമോണിയിൽ ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ കിട്ടിയ ഒരാൾ ഞാനായിരിക്കും. എൻ്റെ ആലോചനകളും എൻ്റെ പ്രാർത്ഥനകളും ഒക്കെ ഒരിടത്തും എത്താത്തൊരവസ്ഥ. ഇതൊക്കെ ഞാൻ എൻ്റെ മ്യൂസിക്കൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇതൊന്നും വലിയ കൂടുതലായിട്ട് എന്നെ ബാധിച്ചില്ല. പക്ഷേ ഇന്നും ഞാൻ വേദനയോടെ ഓർക്കുന്നൊരു കാര്യം എൻ്റെ മമ്മിയുടെ കണ്ണുനീരാണ്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയൊക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നൊരു വേദന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ കരയുന്നത്, എൻ്റെ പപ്പ ഒരുപാട് കരയുന്നതും വിഷമിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പപ്പ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ മമ്മി അങ്ങനെയല്ല, ഭയങ്കര പാവമാണ്. മമ്മി ഇങ്ങനെ കരഞ്ഞ് എൻ്റെ മുമ്പിൽ ഒരു ദിവസം നിന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ കൂട്ടുകാരുടെയും മമ്മിയുടെ കുടുംബക്കാരുടെയൊക്കെ മുമ്പിൽ അവരെ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ കാരണമാണ് അവൻ്റെ കല്യാണം നടക്കാത്തത്, നിങ്ങൾക്ക് അവൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല, നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇട്ട് അവനെ വിട്ടപ്പോൾ ഓർക്കണമായിരുന്നു. ഞങ്ങളൊക്കെ കണ്ടില്ലേ, ഞങ്ങളുടെ മക്കളിപ്പോൾ വിദേശത്താണ്, ഫാമിലിയായിട്ട് കഴിയുന്നു. ഒന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്തു വെച്ച എന്തെങ്കിലും പാപത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ അവനെ സന്യാസത്തിന് വിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരമ്മ ഇത് കേട്ട് കഴിയുമ്പം, പ്രത്യേകിച്ച് ഞാൻ ഒറ്റ മകനാണ്, അപ്പം എൻ്റെ മമ്മിയുടെ ഏറ്റവും വലിയ വേദന ഇതാണ്. അപ്പൻ്റെ അമ്മയുടെയും കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കാരുമില്ല. ഇതെന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 35 വയസ്സ് വരെ ഒരുപാട് നാണക്കേടും സങ്കടവും, പള്ളിയിലും എൻ്റെ ഇടവക പള്ളിയിൽ പോകാൻ വിഷമിച്ചിരുന്ന സമയവും കൂട്ടുകാരുടെ ഇടയിൽ അവരൊക്കെ വിളിക്കുമ്പോൾ പോകാൻ പഠിച്ചിരുന്ന സമയമൊക്കെ ഞാനിപ്പോൾ ഓർക്കുക. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ ഇതേപോലെ അനുഭവിച്ചവരാണ്. എന്നാൽ ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ സമയത്ത് തന്നെ എൻ്റെ വിശ്വാസ ജീവിതം ഒരുപാട് വളർന്നുകൊണ്ടിരുന്നു. കാരണം ഒരുപാട് കുത്തുവാക്കുകളും നാണക്കേടുകളും ഒക്കെ പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഞാൻ എപ്പോഴും വന്നിരുന്നൊരു സ്ഥലം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ അൾത്താര, ഇവിടെയാണ് ഞാൻ വന്നിരുന്ന് കരഞ്ഞിട്ടുള്ളത്. എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് പേരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പപ്പ, മമ്മി, എൻ്റെ കുടുംബാംഗങ്ങൾ, അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ശാലോം ഫാമിലി, എൻ്റെ കുടുംബാംഗങ്ങളുണ്ട് ശാലോമിൽ. അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിക്കുന്നൊരു കാര്യം നമ്മുടെ മാത്യു സാറിനെ പറ്റിയാണ്. എപ്പോഴും എന്നെ കാണുമ്പോൾ ചോദിക്കും, ഒരു കൊന്ത പിടിച്ചിട്ട് എന്നോട് പറയും, മോനെ നിനക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. ഇപ്പം ഞാനിവിടെ നിന്ന് ഈ സാക്ഷ്യം അവരുടെ എല്ലാം മുമ്പിൽ നിന്നാണ് പറയുന്നത്. ഇതിനേക്കാളൊക്കെ വലിയൊരു സന്തോഷമുണ്ട്. എൻ്റെ ഔസേപിതാവ് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പലപ്പോഴും 1-2 കല്യാണാലോചന വന്ന് അത് ഉറപ്പിക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പൂർണ്ണ ഇഷ്ടത്തോടെ സമ്മതിച്ചതൊന്നുമല്ല, നിർബന്ധപ്രകാരമൊക്കെ സമ്മതിച്ച ചില ആലോചനകളാണ്. അവസാനം ഇത് ഉറപ്പിക്കാൻ പോകുന്ന സമയത്ത് മനസ്സിൽ ഭയങ്കര വിഷമം തോന്നി. ഇതൊരു എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പം ഈ ഔസേപിതാവിനോടാണ് ഞാൻ പോയി ചോദിച്ചത്, എന്താ ചെയ്യേണ്ടത്. ഒരു ഉചിത തീരുമാനം എടുക്കാൻ, യെസ് ഓർ നോ പറയാൻ വേണ്ടി എന്നെ പഠിപ്പിച്ച ഒരാളാണ് ഔസേപിതാവ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ
35-ാമത്തെ വയസ്സിലെത്തിയപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി. എൻ്റെ വിവാഹം നടക്കാൻ ഒരു സാധ്യതയില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ മെല്ലെ, എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചവരൊക്കെ മെല്ലെ പിൻവാങ്ങി. ആരും പറയാതെ, ആലോചനകളെ പറ്റിയൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനൊക്കെ മടിയായി. എൻ്റെ മമ്മിയുടെ കരച്ചിലും പപ്പായുടെ സങ്കടവും എല്ലാം എൻ്റെ മുമ്പിലുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പ്രാർത്ഥനയുടെ ഒരു സൈഡ് വല്ലാതെ ഉയരാൻ തുടങ്ങി. ആദ്യം ഞാൻ ഈശോനെ ഒരുപാട് തൊട്ടനുഭവിച്ച ഒരാളാണെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസമൊക്കെ എവിടെയൊക്കെയോ മെല്ലെ മെല്ലെ നഷ്ടപ്പെടാൻ തുടങ്ങി. ഈശോയിലുള്ള സ്നേഹമൊക്കെ കുറയാൻ തുടങ്ങി. ഈ തടസ്സങ്ങൾ നേരിട്ട് സങ്കടപ്പെടുന്ന സമയത്തും കുത്തവാക്കുകൾ കേട്ട സമയത്തൊക്കെയാണ് പിന്നെ ഈശോയിലേക്ക് ഞാൻ കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ ഒരുപാട് വലിയ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിച്ചില്ല. ഒരു സ്വർഗസ്ഥനായ പിതാവെ ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ തുടങ്ങി. ഒരു സ്വർഗസ്ഥനായ പിതാവ് ആത്മാർത്ഥമായിട്ട്, ഒരു നന്മ നിറഞ്ഞ പറയും ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ തുടങ്ങി. 1 മിനിറ്റ് നേരം ഈശോയെ ആരാധനയ്ക്ക് ഈശോയുടെ മുമ്പിൽ കണ്ണു തുറന്നിരിക്കാൻ ഞാൻ തുടങ്ങി. ഇതൊക്കെ എന്നെ മെല്ലെ മെല്ലെ, ഒരു നന്മ നിറഞ്ഞ പറയും എന്നെ എത്തിച്ചത് ഒരു മുഴുവൻ ജപമാലയിലേക്കാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവ് എന്നെ എത്തിച്ചത് മുടങ്ങാതെയുള്ള ദിവ്യബലിയിലേക്കാണ്. 1 മിനിറ്റ് ആരാധന എന്നെ എത്തിച്ചത് മണിക്കൂറുകളോളം ആരാധനയ്ക്ക് മുമ്പിൽ ഇരിക്കാൻ എന്നെ പ്രാപ്തനാക്കി. ഇങ്ങനെയൊക്കെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒരു സൈഡിൽ മുൻപോട്ട് പോകുന്നു. കൂടെയുള്ള കുമ്പസാരങ്ങളുണ്ട്. കാരണം കർത്താവ് എനിക്ക് തന്നൊരു ബോധ്യമാണ്. ഞാൻ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറേ പാപങ്ങളുണ്ടായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കള്ളം പറയുന്നത് ഈശോയ്ക്ക് ഇഷ്ടമല്ല, പരദൂഷണം പറയുന്നത് ഇഷ്ടമല്ല, കുറ്റം പറയുന്നത് ഈശോയ്ക്ക് ഇഷ്ടമല്ല. അപ്പം എന്നിലുള്ള പാപങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഇതൊക്കെ ഞാൻ കർത്താവിന് മുമ്പിൽ നിരന്തരം പോയി ഏറ്റു പറയും. മനുഷ്യനാണ്, കുറവുകളുണ്ട്, വീഴും. ഞാൻ കുമ്പസാരക്കൂടുകളിലേക്ക് ഓടുമായിരുന്നു. അങ്ങനെ 35 വയസ്സ് കഴിഞ്ഞ് 36-ാമത്തെ വയസ്സിലും എൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇനി നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിന് മുമ്പ് പറയണം, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് അങ്ങ് തന്ന ആലോചനകളൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ചില ആലോചനകളൊക്കെ വന്നപ്പം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ അനുഭവം, അതിനെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വിഷമമൊക്കെ ഇപ്പോൾ തോന്നുന്നില്ലേ? ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതൊക്കെ അത് തെറ്റായിപ്പോയി. കാരണം ദൈവം എനിക്ക് കൊണ്ടുവന്നതിനൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്, എൻ്റെ അഹങ്കാരമാണ്. അപ്പം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പോരുത്തിങ്ങനെ പറഞ്ഞു, ഈശോയെ എനിക്ക് തെറ്റുപറ്റി, അങ്ങ് എനിക്ക് തന്നതൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങ് മാറ്റിത്തരണം. ഒരുപാട് ഡിമാൻഡ്സൊക്കെ എവിടേക്കോ എനിക്കുണ്ട്, എനിക്ക് തിരിച്ചറിയുന്നില്ലെന്നല്ല. പറയുമ്പോൾ ഞാൻ വലിയ ഡിമാൻഡ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എവിടേക്കോ എനിക്കുണ്ട്, കർത്താവിന് എന്നെ അറിയാം. അങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനി ഈശോയുടെ തീരുമാനത്തിന് ഞാൻ മാറാൻ വേണ്ടി എൻ്റെ മനസ്സിനെ മാറ്റണം. അത് ഏത് ആലോചന വന്നാലും എൻ്റെ മനസ്സ് മാറിയ പ്രശ്നം തീർന്നല്ലോ. ഈശോയുടെ മുമ്പിൽ പറഞ്ഞു. ആ സമയത്താണ് 2ാം വിവാഹമൊക്കെ കഴിഞ്ഞവരുടെ ഒരാലോചന, അങ്ങനെ ആലോചിച്ചാലോ എന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ദൈവഹിതം അതാണോ? ഓക്കെ, ഞാൻ റെഡിയാണ്. 2ാം വിവാഹം കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഈശോ ആഗ്രഹിക്കുന്നതാണ്, എനിക്ക് കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ മമ്മിക്ക് ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് 36 വയസ്സായില്ലേ, ഇനിയിപ്പം നമ്മുടെ ഒരു ആലോചനയെ പറ്റി ചിന്തിക്കണം. പപ്പായും മമ്മിയും പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കത് ഈശോ തരുവാണ്, നമുക്ക് അംഗീകരിക്കാം, കുഴപ്പമില്ല. അങ്ങനെ അവിടെ ആലോചിച്ചപ്പോൾ സംഭവിച്ചത് അതും തടസ്സങ്ങളാണ്, നടക്കുന്നില്ല. അതിനുശേഷം ഒരു ദിവസം എന്നെക്കാളും 4 വയസ്സ് കൂടുതലുള്ള ഒരാളുടെ ആലോചന വന്നു. എനിക്ക് 36 വയസ്സ്. ആ ആലോചനയ്ക്ക് വന്ന ആളുടെ പ്രായം 40 വയസ്സ്. ഈ വിവാഹാലോചന എൻ്റെ ഒരു പ്രിയപ്പെട്ട ആളെന്നോട് പറഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ സങ്കടപ്പെട്ടു, എൻ്റെ കണ്ണ് നിറഞ്ഞു. പക്ഷേ ഞാനെടുത്ത തീരുമാനം ഇതാണ്, എൻ്റെ കർത്താവ് തരുന്നൊരു ആലോചനയാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഇനി എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഈശോയ്ക്ക് എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നീ പ്രാർത്ഥിക്കുക. ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞു മമ്മിയോട്. മമ്മി ഒരുപാട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മമ്മിയോട് പറഞ്ഞു, മമ്മി ഈശോയുടെ ഇഷ്ടം ഇതാണെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം, കർത്താവല്ലേ നോക്കുന്നത്. അങ്ങനെ എന്നെ ഒരു മകനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു ബ്രദറുണ്ട്. ആ ബ്രദർ എന്നോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു 21 ദിവസം നോമ്പെടുക്കുക. മാതാവിനോട് പറഞ്ഞിട്ട് 21ാമത്തെ ദിവസം മാതാവേ എനിക്കൊരു സമ്മാനം തരണം എന്ന് പറഞ്ഞിട്ട് നീ ഒരു നോമ്പെടുക്കുക. അപ്പോൾ ഈ ആലോചന നിനക്കുള്ളതാണെങ്കിൽ ദൈവം തരും, ഇല്ലെങ്കിൽ ദൈവം ഇത് മാറ്റിത്തരും. ഈ പറഞ്ഞപ്പോൾ തൊട്ട് അന്ന് തൊട്ട് ഞാൻ എൻ്റെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ നോമ്പുകളൊന്നുമല്ല. ഞാൻ എടുക്കുന്ന നോമ്പ് ഇങ്ങനെയാണ്, കള്ളം പറയത്തില്ല, നുണ പറയത്തില്ല, കുറ്റം പറയത്തില്ല, കുറ്റം കേൾക്കത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ നോമ്പിൻ്റെ പ്രധാന വിഷയങ്ങളൊക്കെ. പിന്നെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഞാനിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പൊറോട്ടയും ബീഫും കഴിക്കുകയാണെങ്കിൽ ബീഫ് എടുത്ത് മാറ്റി വെക്കും, എന്നിട്ട് അതിൻ്റെ ഗ്രേവി എടുത്ത് കഴിക്കും. പിന്നെ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അതിനകത്ത്
ചിക്കൻ പീസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ബിരിയാണി ഞാൻ കഴിക്കും. അപ്പം ഞാൻ ഇതൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ ഉടായ്പ നോമ്പാണ്. അതെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് നോമ്പ് എടുത്തുകൊണ്ടിരുന്നത്. അത് വലിയ കാര്യമായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്, വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ കുഞ്ഞു കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്ത്. പിന്നെ ഞാൻ ഇതിനിട്ട പേര് സൈക്കോ നോമ്പെന്നാണ്. ചായ കുടിക്കാൻ ചെല്ലുമ്പം അത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം മാത്യു സാർ എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തൊരു സംഭവമാണ്. ചായ കുടിക്കാൻ പോകുമ്പം പഞ്ചസാര ഇടേണ്ട, മധുരം വേണ്ടാന്ന് വെക്കുക. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, പെട്ടെന്ന് ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുക. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പേരിട്ടത് സൈക്കോ നോമ്പെന്നാണ്. എൻ്റെ സൈക്കോ നോമ്പൊക്കെയാണ് ആ സമയത്ത് നടന്നത്. അങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പം, ദിവസങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കാൻ, ഞാൻ പറഞ്ഞില്ലേ യോസേപ്പ് പിതാവിൻ്റെ ഒരു ഇടപെടൽ, ഈ ഇപ്പോൾ വന്ന എന്നെക്കാൾ 4 വയസ്സ് കൂടുതലുള്ള വിവാഹത്തെ അത് വേണ്ടാന്ന് ഞാൻ വെച്ചു. പിന്നെയും ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നു. എൻ്റെ നോമ്പിനെ പറ്റിയൊക്കെ ഞാൻ ചിന്തിക്കുന്നില്ല, മറന്നുപോയി, പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഒരു ഓഗസ്റ്റ് 10-ാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ അന്നൊരു ആലോചനയുടെ കാര്യം പറഞ്ഞില്ലേ, അവർ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, അവർ ഈ കാര്യം നിൻ്റെ ഈ ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, നീ ഒരു ദിവസം ഫ്രീ ആണെങ്കിൽ വരണം, നമുക്ക് സംസാരിക്കുക, നേരിട്ട് കണ്ട് സംസാരിക്കുക. അപ്പം ഞാൻ 12-ാം തീയതി ഞാനിങ്ങനെ നിങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി ചെല്ലുവാണ്. അന്ന് ഞാൻ കാണാൻ ചെല്ലുമ്പം എൻ്റെ 36-ാമത്തെ വയസ്സിലാണെന്ന് വിചാരിക്കണം. ഞാൻ ചെല്ലുമ്പം എൻ്റെ മനസ്സിൽ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനേക്കാളും മുകളിലുള്ള ഒരാളെയാണ് ഞാൻ കാണുന്നത്. ഒന്ന് BSc നേഴ്സാണ്, അത്യാവശ്യം സൗന്ദര്യവും എല്ലാം ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, ഇത് വെറുതെ പോയി സംസാരിക്കേണ്ട, നാണക്കേട്. കാരണം അവരും കൂടെ വേണ്ടെന്ന് പറഞ്ഞു, ചുമ്മാ വിഷമിക്കുന്ന എന്തിനാണ്, ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ ചെന്നതല്ലേ, സംസാരിച്ചു. ഞാൻ എൻ്റെ പ്രായവും എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് ചേട്ടൻ്റെ ആലോചന വന്നപ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര ഒരു പ്രചോദനം കിട്ടി, ഈ ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞോ എന്നൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ ഒരു പ്രചോദനം കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പം കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിഞ്ഞ് അങ്ങനെ സംസാരിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. എനിക്കറിയാം നടക്കത്തില്ല, കാരണം എന്നെക്കാട്ടിലും 10 വയസ്സിൻ്റെ ഇളയതാണ് ആൾ. എനിക്കന്ന് 36, ആൾക്ക് 26 വയസ്സ്. അങ്ങനെ ഓഗസ്റ്റ് 14-ാം തീയതി വൈകുന്നേരം എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ജോബിനെ അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ട്, കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 15-ാം തീയതി എൻ്റെ കർത്താവ് എൻ്റെ വിവാഹം ഉറപ്പിച്ചു തന്നു. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയും വലിയ കാര്യം എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞതെന്ന്. ഇതല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു അത്ഭുതം. എൻ്റെ ഈശോ എനിക്ക് തന്ന വാഗ്ദാനമുണ്ട്. 21 ദിവസം നോമ്പെടുക്കണം, 21-ാമത്തെ ദിവസം മാതാവ് നിനക്കൊരു സമ്മാനം തരും. ഈ ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ദിവസം എൻ്റെ 21-ാമത്തെ ദിവസമാണ്. ഞാൻ മറന്നുപോയി, ഞാൻ കലണ്ടർ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ദിവസം എൻ്റെ മാതാവ് എനിക്ക് തന്ന സമ്മാനമാണ് ഇന്നെൻ്റെ ഭാര്യ. ഒരു നിമിഷം കണ്ണ് നിറയാതെ എനിക്കിത് ഓർമ്മിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിവിടെ നിൽക്കുമ്പം ഈ ചാപ്പലിൽ ഞാൻ ഒരുപാട് കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്. ഞാൻ തലകുനിച്ച് നിന്നപ്പം എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുനീരിൻ്റെ മുകളിൽ എന്നെ കയറ്റി നിർത്തി, എൻ്റെ സഹനങ്ങളുടെ മുകളിൽ എന്നെ കയറ്റി നിർത്തി അവിടുത്തെ സാക്ഷിയാക്കിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അന്ന് ഈ ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പം അന്ന് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. അന്ന് മാതാവ് സ്വർഗത്തിലോട്ട് പോകുന്ന ആ സമയത്ത് എനിക്ക് വലിയൊരു സമ്മാനം തന്ന് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റി. ഈ ഒരു അത്ഭുത സാക്ഷി നിങ്ങളോട് പറയുമ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ കേട്ട മറ്റൊരു കാര്യമാണ്, പ്രായം കൂടിപ്പോയ കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല. കേട്ടൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് 3-ാം മാസം എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. ഞങ്ങൾക്ക് ഈശോ ഒരു മാലാഖ കുട്ടീനെ തന്നു. നൈഹ മറിയെന്നാണ് അവളുടെ പേര്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമുക്ക് പരസ്പരം മനസ്സിലാകുന്ന ഒരു വേദനയാണ് ഈ വിവാഹ തടസ്സം നേരിടുക എന്നുള്ളത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈശോ എനിക്ക് നിങ്ങളോട് പറയാൻ പറഞ്ഞ ഞാൻ ഫോളോ ചെയ്തിരുന്ന 3 കാര്യം നിങ്ങളിത് ചെയ്യണം. എളിമയോട് കൂടിയിട്ടുള്ള ഒരു സ്നേഹ നിർദ്ദേശമാണ്. ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇതാണ്. സങ്കീർത്തനങ്ങൾ 145, കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്, ഇത് വായിക്കണം. സങ്കീർത്തനങ്ങൾ 51, കർത്താവെ കനിയണമേ. ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഒരുപാട് വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, ഇതുവരെ ദൈവത്തിന് മുമ്പിൽ നിന്നിട്ടുണ്ടാവത്തില്ല.
മുട്ടുകുത്ത് നിൽക്കണം. കർത്താവിന് മുമ്പ് മുട്ടുകുത്തി നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവെ കനിയണമേ. സങ്കീർത്തനങ്ങൾ 51 വായിക്കണം. പിന്നെ ജ്ഞാനം 1-ാം അധ്യായം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ ഹോസിയ 14 അത് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന, അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ പാപങ്ങൾ അകറ്റിക്കഴിഞ്ഞാൽ ലില്ലി പോലെ നിന്നെ പുഷ്പിക്കും, ഇലവ് പോൽ വേരുറപ്പിക്കും, നിന്റെ ശാഖകൾ പടരും. അടുത്തൊരു വചനം യേശയ്യ 52:12 ഇത് നിങ്ങൾ വായിക്കണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം തരാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ. നമുക്കുള്ള ജീവിത പങ്കാളി ഈ ലോകത്തിൻ്റെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അത് വേറെ ആരും കാണിച്ചു തന്നില്ലെങ്കിലും കർത്താവ് കാണിച്ചു തരും. കർത്താവിന് മുമ്പിൽ നിൽക്കാൻ മനസ്സ് കാണിച്ചാൽ മതി. ഒരുപാട് വലിയ പ്രാർത്ഥനകളൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കർത്താവിന് മുമ്പിൽ ഹൃദയ പരമാർത്ഥതയോടുകൂടി എൻ്റെ ഈശോയെ നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ലെന്ന് പറഞ്ഞു നോക്ക്. കർത്താവ് പ്രവർത്തിക്കും. ഈ അൾത്താരയിൽ ഞാൻ നിന്നുകൊണ്ട് പറയുവാണ്, എൻ്റെ ദൈവം സാക്ഷിയായി ഞാൻ പറയുവാണ്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഇന്ന് കേൾക്കും, നിങ്ങൾക്ക് ഉത്തരം തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജോബിനിലൂടെ നമ്മെ അനുഗ്രഹിച്ച കർത്താവിനെ നമുക്കൊരു നിമിഷം കാണാം. കണ്ണുകളടച്ച് ഇന്ന് ജീവിക്കുന്നവനായ കർത്താവിൻ്റെ അത്ഭുതകരമായ സ്നേഹപൂർണമായ ഇടപെടലിനെ കുറിച്ചാണ് ജോയിൻ പറഞ്ഞത്. ആ കർത്താവിൻ്റെ ഒരു നിമിഷം നമുക്ക് കാണാം. നമ്മുടെ ഭാരങ്ങൾ, കണ്ണുനീര്, അപമാനം, കുത്തുവാക്കുകൾ, ഒത്തിരി കേട്ടതിൻ്റെ, തലതാഴ്ത്തുന്നതിൻ്റെ ഓർമ്മകൾ, ഇതെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ആരും നമ്മളെ മനസ്സിലാക്കാനില്ല എങ്കിലും നമ്മെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോയുടെ പക്കലേക്ക് നമ്മുടെ കുടുംബത്തെ, വിവാഹം നടക്കാത്ത നമ്മുടെ മകനെ, മകളെ ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു എല്ലാ ഞാൻ. വേദനകളും സമർപ്പിച്ചു. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ സാക്ഷ്യം നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന ഒന്നാണ്. അനേക വർഷങ്ങൾ വിവാഹം നടക്കാത്തതിൻ്റെ വേദനയും അപമാനവും സഹിച്ച ആ മകൻ വളരെ ആനന്ദകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് എങ്ങനെ കർത്താവിനാൽ ആനയിക്കപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കുകയാണ്. ജോബിൻ ചെയ്ത 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, വിവാഹപ്രായമെത്തി കല്യാണം നടക്കുവാൻ ഇനി യാതൊരു സാധ്യതയുമില്ല, എല്ലാവരും കൈയൊഴിഞ്ഞു. ആ സമയത്ത് പോലും ജോബിൻ തൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തിയില്ല. അവൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ദൈവം വാഗ്ദാനം ചെയ്ത കാര്യം നിശ്ചയമായും നിറവേറ്റും, അവിടുന്ന് വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് എന്ന കാര്യം ജോബിൻ തൻ്റെ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തി കർത്താവിനോട് ചേർന്ന് നിന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു അപജയം, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കല്യാണം നടക്കാതെ വരുമ്പോൾ നമുക്ക് വലിയൊരു നിരാശയുണ്ടാകും. ഇനി യാതൊരു രക്ഷയുമില്ല, ഇനി എൻ്റെ കല്യാണം നടക്കുകയില്ല. ഈ നിരാശയുണ്ടാകുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ തടസ്സമുണ്ടെങ്കിലും ഇതെല്ലാം മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന വചനം ഏറ്റുപറയുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ ഏറ്റുപറയുന്നത്. 2 വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി ഞാൻ പറയട്ടെ. ഒന്ന്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2:18 ഇതാണ്.
ഇത് നിങ്ങൾ ഏറ്റുപറയണം. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. ഈ വചനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുപറയണം. മറ്റൊന്ന് നിങ്ങൾക്ക് ഏറ്റുപറയാനുള്ള മറ്റൊരു വചനം യെശയ്യാ 45:2. വളരെ ശക്തമായ പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്, പക്ഷേ കല്യാണം നടക്കുന്നില്ല. ദൈവത്തിൻ്റെ ഈ സർവശക്തിയേറ്റ് പറയുന്ന യെശയ്യാ വചനം 45:2 കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങൾ അപ്പനും അമ്മയും മകനും മകളും നിങ്ങൾ ഒരുമിച്ച് ഈ വചനം ഏറ്റുപറയുക. ഞാൻ ഉറപ്പ് തരുന്നു, വാഗ്ദാനത്തിൽ വിശ്വസ്തനായ നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ജോബിൻ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളർന്നു എന്നാണ്. സാധാരണഗതിയിൽ നമുക്ക് അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും, ദൈവത്തിനെതിരെ പരാതി ഉണ്ടാകും. ദൈവം എന്നെ കരുതുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കുകയില്ല. പ്രതിസന്ധി ഉള്ളപ്പോഴാണ് കൂടുതൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്, ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത്. ജോബിൻ പറഞ്ഞു, അവൻ ഈ അൾത്താരയിൽ വന്നിരുന്ന കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി. നമ്മളിതുപോലെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുകയും ആ സ്നേഹം പ്രവൃത്തികളിലൂടെ കാണിക്കുകയും ചെയ്യും. ജോബിൻ നടത്തിയ സൈക്കോ നോമ്പ് അത് നിങ്ങൾക്ക് അനുകരിക്കാവുന്നതാണ്. മധുരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പെട്ടെന്ന് നമ്മൾ മധുരം വേണ്ട എന്ന് വയ്ക്കുന്നു. നമുക്ക് പൊതുവായിട്ട് ഇറച്ചിയും മീനൊക്കെ പൊതുവായിട്ട് വേണ്ട എന്ന് വയ്ക്കുവാൻ എളുപ്പമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സഡനായിട്ടുള്ള നോമ്പെടുക്കൽ അത് വളരെ കർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കുവാനായിട്ട് ഹോട്ടലിൽ കയറുന്നു, പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നു, അത്രയും രുചികരമായ ഭക്ഷണം എനിക്ക് വേണ്ട, ഞാനൊരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഈശോയെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങൾ മറ്റുള്ളവരാരും കാണാത്ത ചെറിയ ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിൽ വലിയ വിലയുള്ള ഒരു സമ്മാനമായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കുറവുമില്ലാതെ അനുഗ്രഹിക്കുന്നവനായ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഈ സമയം ഹൃദയം നുറുങ്ങി നിങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ സന്നദ്ധനായ കർത്താവ് അൾത്താരയിൽ സന്നിഹിതനാകുമ്പോൾ നമ്മുടെ സകല ഭാരങ്ങളും അവിടുത്തെ പാദത്തിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപിതാവിൻ്റെ ഫീസ്റ്റ് ദിവസമാണ്. യേശുപിതാവ് ചോദിക്കുന്ന ഒരു കാര്യവും കർത്താവ് നിരസിക്കുകയില്ല. അത് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ മാതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ. ഈശോയെ നമുക്ക് ആരാധിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനുമായി നമ്മുടെ അരികിലേക്ക് ഈ അൾത്താരയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. മാതാപിതാക്കൾ ഒരുപാട് വേദനയോടെ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ നാളുകളിൽ അവരുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഒരു സമയമാണല്ലോ. എല്ലാ മാതാപിതാക്കളെയും ഈ നിമിഷങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവരുടെ ആകുലതകളും വേദനകളും ഉത്കണ്ഠകളും എല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കിപ്പോൾ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി വലിയ സ്നേഹത്തോടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വലിയ ഉറപ്പോടെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, നമ്മുടെ ഹൃദയങ്ങൾ കാണുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ നെടുവീർപ്പുകളെയും വേദനകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും സമർപ്പിച്ച് നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ മക്കളെ വലിയ സ്നേഹത്തോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളിലേക്ക് ഈശോയെ നീ എഴുന്നള്ളി വരണമേ, നീ എഴുന്നള്ളി വരണമേ. നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് എഴുന്നള്ളി വരണമേ. കർത്താവായ ഈശോയെ, വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കരുണയോടെ കാണണമേ. പല കാരണങ്ങളാൽ വിവാഹം നടക്കാതെ നീണ്ടുപോകുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈശോയെ നീ ഇന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ. സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾക്കുള്ള തടസ്സങ്ങൾ മക്കളുടെ വിവാഹ തടസ്സത്തിന് കാരണമാകുന്നെങ്കിൽ കർത്താവേ, ആ മേഖലയിലേക്ക് നിന്നെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നിന്നെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവായ ഈശോയെ, സ്വന്തമായൊരു ഭവനമില്ലാത്തതിന്റെ പേരിൽ വാടക വീട്ടിൽ താമസിക്കുന്നതിന്റെ പേരിൽ മക്കൾക്ക് നല്ല വിവാഹാലോചനകൾ വരാത്തതിലുള്ള വേദനയിലൂടെ ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഈ അവസ്ഥയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. യെശയ്യാ 45:2 വചനം ഞങ്ങളിപ്പോൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ഞാൻ നിനക്ക് നൽകും. ഈ വചനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. വചനത്തിന്റെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഇന്ന്
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഇന്ന് അനുഭവിച്ചറിയട്ടെ ഞങ്ങൾ ഇന്ന് അനുഭവിച്ചറിയട്ടെ. കർത്താവായ ഈശോയെ, വളരെ നാളുകളായി വിവാഹ ആലോചന നടത്തുന്നുണ്ടെങ്കിലും മക്കൾക്ക് അനുയോജ്യമായ ഒരു ബന്ധം വരാത്തതിന്റെ പേരിൽ വിവാഹം നടക്കാത്ത അവസ്ഥകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ തടസ്സങ്ങളും അങ്ങേക്ക് എടുത്തു മാറ്റുവാൻ സാധിക്കുമല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതത്തിലേക്ക് അങ്ങയെ ക്ഷണിക്കുന്നു. അങ്ങയെ ക്ഷണിക്കുന്നു. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് നീരുറവയും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. യേശയ്യാ 44:3. ഈ വചനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ മാംസം ധരിക്കട്ടെ. മാംസം ധരിക്കട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ വലതുകരം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ മക്കളെ നമ്മളിപ്പോൾ വലിയ സ്നേഹത്തോടെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു. അവരുടെ ജീവിതത്തിന്റെ, അവരുടെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് സർവശക്തനായ കർത്താവ്, ജീവിക്കുന്നവനായ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. മാതാപിതാക്കളായ ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിലേക്ക്, നൊമ്പരത്തിലേക്ക് കർത്താവേ നീ കടന്നു വരണമേ, കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. വരേണമേ, എൻ ഭവനത്തിൽ വരേണമേ. ഈശോ വരേണമേ, എൻ ഭവനത്തിൽ വരേണമേ. ഈശോയെ ക്ഷണിച്ചു പാടാം. ഈശോ വരേണമേ, എൻ ഭവനത്തിൽ വരേണമേ. ഈശോ വരേണമേ, എൻ ഭവനത്തിൽ വരേണമേ. നാളുകളായി വിവാഹം ആലോചിച്ച് ആ ഒരു വേദനയിലൂടെ, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന മകനും മകളുമാണോ നീ? ഇതാ ഈശോ ഇപ്പോൾ പ്രിയ പൈതലെ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ ഈശോ കാണുന്നുണ്ട്. നമുക്ക് വീണ്ടും നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും ഈശോയെ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. വളരെ നാളുകളായി വിവാഹാലോചന തുടങ്ങിയിട്ടും ഇപ്പോഴും വിവാഹ അന്തസ്സിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ ഹൃദയവേദനകൾ, ഞങ്ങളുടെ നൊമ്പരങ്ങൾ, മനസ്സിന്റെ ശൂന്യതകൾ, നിരാശകൾ എല്ലാം ഈശോയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണല്ലോ. കർത്താവായ ഈശോയെ,
ഈശോയെ കർത്താവായ ഈശോയെ ഞങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രതീക്ഷകളിലേക്ക് ഞങ്ങളുടെ നീ പ്രതീക്ഷകളിലേക്ക് ഇന്ന് കടന്നു വരണമേ. നീ ഇന്ന് കടന്നു നീ വരണമേ. ഇന്ന് കടന്നു വരണമേ. നീ ഇന്ന് കടന്നു ഞങ്ങൾ വരണമേ. അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഭംഗം നേരിടുകയില്ല. ഈ വചനത്തിന്റെ യോഗ്യതയാൽ വചനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളിയെ ഓർത്ത് ജീവിത പങ്കാളിയെ ഓർത്ത് ഭാവി ജീവിതത്തെ ഓർത്ത് ഭാവി ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലകളിലേക്ക് അനേക വർഷങ്ങളായി വിവാഹത്തിന് ഒരുങ്ങിയിട്ടും നല്ലൊരു ആലോചന വരാത്തതിന്റെ വേദനയിലേക്ക് ഈശോയെ നീ ഇന്ന് കടന്നു വരണമേ. നീ ഇന്ന് കടന്നു വരണമേ. നീ ഇന്ന് കടന്നു വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തടസ്സങ്ങളും അവിടുന്ന് എടുത്തു മാറ്റണമേ. അവിടുന്ന് എടുത്തു മാറ്റണമേ. ഞങ്ങൾ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. ഈ വചനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കടന്നു വരണമേ. കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക് പാപങ്ങളിലേക്ക് അയോഗ്യതകളിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ജീവിതങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ മനസ്സിന്റെ ഒരുപാട് നിരാശ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഒത്തിരിയേറെ വേദനകൾ ഉണ്ടായിരിക്കും. എല്ലാം ഈശോ അറിയുന്നുണ്ട്. ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കുക. അവിടുന്ന് വചനത്തിലൂടെ പറയുന്നു, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. കർത്താവിന്റെ വാഗ്ദാനമാണ്. നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈശോയെ വിളിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോ ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. ഈശോ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കാം. എന്ത് തടസ്സങ്ങളാണെങ്കിലും അതെടുത്തു മാറ്റുവാനായിട്ട് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാധിക്കും. സമർപ്പിച്ച് നമുക്ക് ഈശോയെ വിളിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ 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 ഈശോയെ. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം. മാറ്റേണമേ ദാസരാമവരിൽ കനിയേണമേ. കരങ്ങൾ തുറന്നു പിടിച്ചു അനുഗ്രഹമായി മാറ്റേണമേ ദാസരാമവരിൽ കനിയേണമേ. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത് പോലെ നമുക്ക് സന്തോഷിക്കാം. ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതിൽ നമുക്ക് ആഹ്ലാദിക്കുകയും അവിടുത്തെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകുമെന്ന്. നമ്മുടെ മുഖം വാടിയാൽ ദൈവത്തിൻ്റെ മുഖം വാടുമെന്ന് നമുക്കറിയാം. നാം എല്ലാവരും സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കർത്താവിൻ്റെ മുമ്പിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. പഴയ നിയമത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്തിൻ്റെ മകനായ തോബിയാസിനെ സാറായെ വധുവായി സ്വീകരിക്കുവാൻ കൂട്ടുപോകുന്ന ദൈവത്തിൻ്റെ ദൂതനായ റഫായാലിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അനർത്ഥകരമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും കർത്താവിൻ്റെ ദൂതൻ
ബലപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് തോബിയാസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വലിയ അത്ഭുതമായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ദൂതൻ വരുന്ന, സഹായകനായി വരുന്ന, എല്ലാം ഭംഗിയായി ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ഇന്ന്. വലിയ പ്രതിസന്ധികളിലൂടെ യോസേപ്പ് പിതാവ് കടന്നുപോയി. തൻ്റെ ജീവിത പ്രശ്നങ്ങൾ മറ്റാരോടും പങ്കുവെക്കാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന യോസേപ്പ് പിതാവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ദൈവവുമായി മാത്രം ആലോചന നടത്തിയതുകൊണ്ട് എല്ലാം ഭംഗിയായി പര്യവസാനിക്കുന്നത് വചനത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഏത് പ്രതിസന്ധിയുമാകട്ടെ ദൈവവുമായിട്ട് ആലോചന നടത്തുന്ന ഒരു വിശ്വാസ ചൈതന്യം നമുക്കുണ്ടെങ്കിൽ എല്ലാം സുരക്ഷിതമായ തീരത്തേക്ക് കൊണ്ടു ചെന്നെത്തിക്കുമെന്ന് യോസേപ്പ് പിതാവിൻ്റെ ജീവിതം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കൈവിടാത്ത സ്നേഹം, എപ്പോഴും എന്നെ കരുതുന്ന വലിയ സ്നേഹം, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ആ വലിയ സ്നേഹം, അത് ഈ മണിക്കൂറുകളിൽ അനുഭവിച്ചറിയുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അനുഭവിച്ചറിയുവാൻ നമുക്ക് ഇടയാകട്ടെ. യോസേപ്പ് പിതാവിന് മനോഹരമായ സന്ദേശം നൽകി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത ദൈവം നമ്മുടെ ജീവിതത്തിലും പറഞ്ഞു തരും. ദൈവത്തിൻ്റെ സ്വപ്നം എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞ യോസേപ്പ് പിതാവിനെ പോലെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എന്താണെന്ന് അവിടുത്തെ തിരുമുമ്പിലിരുന്ന് കണ്ടെത്തുവാൻ, അന്വേഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടുന്ന് ഒരുപാട് നമ്മളെ അനുഗ്രഹിക്കും. അവിടുന്ന് ഒരിക്കലും നമ്മുടെ മുഖം വാടുവാൻ, നമ്മുടെ ഹൃദയം ദുഃഖഭാരത്താൽ കുനിയുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അവിടുത്തെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കാം. അവിടുത്തെ വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് യാചിക്കാം. ഒരിക്കലും മറികടക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതുന്ന ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. യോസേപ്പ് പിതാവിൻ്റെ ജീവിതം അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടല്ല, നമ്മുടെ പരിചയക്കാരുമായിട്ടല്ല നമ്മൾ ആലോചന നടത്തേണ്ടത്. ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് നമുക്ക് കടന്നു വരാം. വിവാഹത്തിന് ശേഷം തോബിയാസ് കാരുണ്യത്തിനായി മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ വലിയ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കുവാൻ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 ആത്മാവിൽ ആരാധന 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 യേശുവേ ആരാധന 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 ആത്മാവിൽ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും എന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്കാരാധന. പ്രിയമുള്ളവരെ, ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെ അനുഗ്രഹിച്ച ഈ നല്ല രാത്രി ഓർത്ത് ജീവിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഉയർത്തിയ എല്ലാ പ്രാർത്ഥനകളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയിട്ടുണ്ട്. ഈ നാളുകളിൽ നമ്മളതിൻ്റെ റിസൾട്ട് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കാൻ പോവുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. ആ നല്ല വിശ്വാസത്തോടെ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഷാലോം ദൈവത്തിൻ്റെതാണ്. ഷാലോമിൻ്റെ ശുശ്രൂഷകൾ ദൈവരാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി ദൈവം രൂപം കൊടുത്ത ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഷാലോം ദൈവത്തിൻ്റെതായതുകൊണ്ട് ഷാലോം നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയും കൂട്ടായ്മയുമാണ് ഇന്ന് ലോകത്തിന് സുവിശേഷം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈശോ രൂപകൽപ്പന ചെയ്ത ഒരു കൂട്ടായ്മയാണ് ഷാലോം പീസ് ഫെലോഷിപ്പ് കൂട്ടായ്മ. ദൈവത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ വിശ്വാസികളുടെ ഒരു സമൂഹം. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നുണ്ട് ഈ കൂട്ടായ്മയിലേക്ക്. ഈ കൂട്ടായ്മയിൽ അതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയുമായി ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയുവാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ചുവടെ കൊടുക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളും ഈ നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ തുടർന്നും നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ വിശുദ്ധ യേശുപിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. തിരുനാളിൻ്റെ ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. ആ നല്ല പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മൾ ഇന്ന് ഉയർത്തിയ പ്രത്യേക പ്രാർത്ഥനയിൽ സ്വർഗം ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് ഇടപെടും. ആ സ്വർഗീയ മധ്യസ്ഥം തേടി നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. നീതിമാനാകും നാഥാ, യേശുവിൻ സ്നേഹനാഥാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹദാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ, പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ പ്രേഷിതരങ്ങേ, പാവന പാദം വണങ്ങിടുന്നു. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ, പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ ക്ലേശിതർ